മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ അരങ്ങേറിയത് അവിശ്വസനീയമായ സംഭവങ്ങളാണ്. ഗ്രാമത്തിലെ വൈദ്യുതി ട്രാൻസ്ഫോമറിൽ നിന്ന് ശക്തമായ വൈദ്യുതാഘാതമേറ്റ് ഒരു പശു തൽക്ഷണം മരണപ്പെട്ടു. പക്ഷേ ആ സങ്കടം നിമിഷങ്ങൾക്കുള്ളിൽ വൻ രോഷമായി മാറി. വൈദ്യുതി വകുപ്പിന്റെ ഗുരുതരമായ അശ്രദ്ധയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാരോപിച്ച് വടികളുമായി രോഷാകുലരായ ഗ്രാമീണർ സംഭവസ്ഥലത്തേക്ക് ഇരച്ചെത്തി. ട്രാൻസ്ഫോമറും വൈദ്യുതി തൂണുകളും തല്ലിത്തകർത്ത് അവർ തങ്ങളുടെ അമർഷം പുറത്തെടുത്തു. എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ്? ഇന്ത്യയിൽ സമീപകാലത്തായി കണ്ടുവരുന്ന പശു രാഷ്ട്രീയം, അതിനെ തുടർന്നുണ്ടാവുന്ന കലാപവും കൊലപാതകവും അതുമായി ഈ സംഭവത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ അരങ്ങേറിയത് അവിശ്വസനീയമായ സംഭവങ്ങളാണ്. ഗ്രാമത്തിലെ വൈദ്യുതി ട്രാൻസ്ഫോമറിൽ നിന്ന് ശക്തമായ വൈദ്യുതാഘാതമേറ്റ് ഒരു പശു തൽക്ഷണം മരണപ്പെട്ടു. പക്ഷേ ആ സങ്കടം നിമിഷങ്ങൾക്കുള്ളിൽ വൻ രോഷമായി മാറി. വൈദ്യുതി വകുപ്പിന്റെ ഗുരുതരമായ അശ്രദ്ധയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാരോപിച്ച് വടികളുമായി രോഷാകുലരായ ഗ്രാമീണർ സംഭവസ്ഥലത്തേക്ക് ഇരച്ചെത്തി. ട്രാൻസ്ഫോമറും വൈദ്യുതി തൂണുകളും തല്ലിത്തകർത്ത് അവർ തങ്ങളുടെ അമർഷം പുറത്തെടുത്തു. ഇതോടെ പ്രദേശമാകെ ഇരുട്ടിലാവുകയും സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഏറെ പണിപ്പെട്ടാണ് കോപാകുലരായ ജനക്കൂട്ടത്തെ ശാന്തരാക്കിയത്. ഒടുവിൽ തകരാറിലായ ട്രാൻസ്ഫോമർ ഉടനടി പുനഃസ്ഥാപിക്കാമെന്നും പശുവിന്റെ ഉടമസ്ഥന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും വൈദ്യുതി വിതരണ കമ്പനി ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം തണുത്തത്. മധ്യപ്രദേശിലെ ഷഹ്ദോൾ ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. ഒരു കൂട്ടം ഗ്രാമീണർ, ആ പ്രദേശത്തെ ഒരു കൂട്ടം ഗ്രാമീണർ വൈദ്യുതി ട്രാൻസ്ഫോമർ തല്ലി തകർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കാള ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ലോകത്താകമാനം ഇത് വലിയ രീതിയിൽ ചർച്ചയായി. വലിയ ചർച്ച എന്ന് പറഞ്ഞൂടാ, വലിയ രീതിയിൽ പരിഹസിക്കാനാണ് ആൾക്കാർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് യൂറോപ്യൻസ്, അറബ്സ്, പാകിസ്ഥാനികള്, ബംഗ്ലാദേശികള് എന്ന് വേണ്ട സകല അലവലാദികളും വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റ്, ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റാണ് ഇതിന് താഴെ പലരും ചെയ്തിരിക്കുന്നത്. ഈ അന്യരാജ്യക്കാർ മാത്രമല്ലാന്നേ, ഇന്ത്യക്കാരടക്കം ചില ആളുകൾ പരിഹാസ രൂപേണ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ്? ഇന്ത്യയിൽ സമീപകാലത്തായി കണ്ടുവരുന്ന പശു രാഷ്ട്രീയം, അതിനെ തുടർന്നുണ്ടാവുന്ന കലാപവും കൊലപാതകവും അതുമായി ഈ സംഭവത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഈ കണ്ട വീഡിയോ കേവലം ഒരു തമാശയോ മധ്യപ്രദേശിലെ ആ ഷഹദോൾ ജില്ലയിലെ ആ ഗ്രാമീണരുടെ വിവരക്കോടെ അല്ല. അവിടെ ചത്ത് കിടക്കുന്ന കാളുണ്ടല്ലോ, അതാ പോണ്ടികാല എന്ന ഗ്രാമത്തിലെ മൻസുഖ് ലാൽ കുശ്വാഹ എന്ന ഗ്രാമീണന്റെ കാളയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കാളയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതിന്റെ പാലായിരിക്കാം, അല്ലെങ്കിൽ അതിനെ വേറെന്തെങ്കിലും ജോലിക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം. അത്തരമൊരു വരുമാനത്തിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കാളയുടെ ഉടമയായ മൻസുഖ് ലാൽ കുശ്വാല എന്ന ആള്. അങ്ങനെ ഒരു മനുഷ്യന്റെ കാളയാണ് അവിടെ ചത്തു കിടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഇനി ഈ കാള ചത്തത് കൊണ്ടാണോ ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായത്? ഒരിക്കലുമല്ല. ആളുകൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്തത് ഒരു കാള ചത്തുപോയത് കൊണ്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ കാള ചത്തത് ആ ട്രാൻസ്ഫോർമറിൽ നിന്നേറ്റ ഷോക്ക് കാരണമാണ്. ആ ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളായിട്ട് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും അതിൽ നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം ചെന്ന വയറുകൾ മാറ്റുക, കമ്പികൾ മാറ്റുക, ട്രാൻസ്ഫോർമറിന് ചുറ്റും സുരക്ഷാ വലയങ്ങൾ നിർമ്മിക്കുക, ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും കുറെ കാലമായിട്ട് ഈ ഗ്രാമീണർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ആ പ്രദേശത്ത് ഇത്തരം യാതൊരു അറ്റകുറ്റപ്പണികളും ആ ട്രാൻസ്ഫോർമറിന് സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമറിൽ നിന്ന് വീണ് കിടന്ന ഒരു കമ്പിയിൽ നിന്ന് ഷോക്കേറ്റിട്ടാണ് ഈ കാള ചത്തത്. ഇന്നൊരു കാള നാളെ അതൊരു മനുഷ്യനാവില്ലേ? അതിനുള്ള സാധ്യതയില്ലേ? മാസങ്ങളായി പരാതി നൽകിയിട്ടും പരിഭവം പറഞ്ഞിട്ടും അതോറിറ്റി തിരിഞ്ഞു നോക്കാതിരുന്നുള്ള അതോറിറ്റിയുടെ അനാസ്ഥ, അതോറിറ്റി തിരിഞ്ഞു നോക്കിയില്ല. ആ അനാസ്ഥക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ പെരുമാറിയത്. അല്ലാതെ ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന പശുരാഷ്ട്രീയവുമായി ഈ സംഭവത്തെ നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ നിരവധി മനുഷ്യർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വലിയ രീതിയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്, അന്യായമായി തന്നെ. അതിന് ഒരു സംശയമില്ല, അതൊക്കെ സത്യമാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ BJPയും സംഘപരിവാറും RSS നടന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതായത് പശുവിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ടവനെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുള്ളവനെ തല്ലിക്കൊല്ലുന്ന ഈ പ്രവണത ഉണ്ടല്ലോ, ഇതിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് എനിക്കുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം തന്നെയാണത്, ഒരു സംശയവും വേണ്ട.
ഞാനും ഒരു ന്യൂനപക്ഷക്കാരനാണ്. ഒരു ഒരു പക്ഷേ നാളെ ഉത്തരേന്ത്യയിൽ പോയാൽ എനിക്കൊരു കാളയെ വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇന്ത്യയിലുണ്ട്. അതൊരു വസ്തുതയാണ്. ഈ രാജ്യത്തെ മതേതരത്വ രാഷ്ട്രീയത്തെയും പൗരന്റെ അവകാശങ്ങളെയും ഇത്തരം കാര്യങ്ങളൊക്കെ വെല്ലുവിളിക്കുന്ന BJP RSS സംഘടനകളുടെ രാഷ്ട്രീയ സമീപനങ്ങളോട് ശക്തമായ വിയോജിപ്പ് തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത്. എന്നാൽ അതിന്റെ പേരിൽ ഈ ട്രാൻസ്ഫോർമർ തല്ലി തകർത്ത സംഭവത്തിനെ BJPയുടെ RSSന്റെയോ പശു രാഷ്ട്രീയത്തിന്റെ അക്കൗണ്ടിലേക്ക് ആരും തന്നെ തള്ളിക്കളയരുത്. ഇത് അതല്ല സംഭവം. ഇത് ആ നാട്ടിലെ ഒരു ജനകീയ പ്രശ്നമാണ്. ആ നാട്ടിലെ സാധാരണക്കാരുടെ അമർഷമാണ് നമ്മൾ കണ്ടത്. ആ ഗ്രാമത്തിൽ ഒരു കാള ചത്തു. ഒരാളുടെ ജീവിതോപാധിയായിരുന്ന ആ കാള ആ ചത്തു. അതുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങി. ഇതൊരു മനുഷ്യനാണ് സംഭവിച്ചെങ്കിൽ എന്താവും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ട്രാൻസ്ഫോർമറിന് സുരക്ഷാ വലയം പോലും ഇല്ല. അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായിട്ട് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലമാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ കണ്ട് പരിഹസിക്കുന്ന ആൾക്കാരെ ഒരു കാര്യം മനസ്സിലാക്കണം. വർഷങ്ങളായി അധികാരികളുടെ അനാസ്ഥ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ പെട്ടെന്നുള്ള ഒരു പൊട്ടിത്തെറി മാത്രമാണ് ഈ സംഭവം. അതിന് ഉത്തരേന്ത്യയിലെ പശു രാഷ്ട്രീയവുമായി നമ്മൾ കൂട്ടിക്കെട്ടി അവരുടെ കാതലായ ആ പ്രശ്നത്തെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ ചെറുതാക്കാൻ ശ്രമിക്കരുത്. ഇത്തരം കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് ശരിയല്ലെങ്കിലും ആ പ്രദേശത്തുകാരുടെ നിസ്സഹായ അവസ്ഥയും അവരുടെ കോപവും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ ഇത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന ദയനീയ സാഹചര്യമാണ് തുറന്നു കാട്ടുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി ഉത്തരേന്ത്യയിലെ പശു രാഷ്ട്രീയവുമായി ഈ സംഭവത്തെ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അടങ്ങിയ ഈ സംഭവത്തെ നിങ്ങൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് അന്യരാജ്യക്കാർക്ക് നമ്മെ പരിഹസിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതിന്റെ യഥാർത്ഥ കാരണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾക്കപ്പുറം ഈ അനാസ്ഥക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരേണ്ടത്. പരിഹസിക്കുന്നവർക്ക് പരിഹസിച്ചാൽ മതി. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഒരാളും പരിഹസിക്കില്ല. അതാണ് ഒരു വസ്തുത. ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടായാൽ, ഇന്ന് മരിച്ചത് ഒരു കാള, നാളെ ഇതൊരു മനുഷ്യന് സംഭവിച്ചാൽ എന്താ അവസ്ഥ? പോയ ജീവൻ തിരിച്ചു നൽകാൻ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഭരിക്കുന്ന അധികാരികൾക്കോ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അപകടം നടക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ കർശനമായിട്ടുള്ള നടപടി ഏറ്റവും പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്. ഒരു സുരക്ഷാ വലയം ആ ട്രാൻസ്ഫോർമറിന് ചുറ്റും സ്ഥാപിക്കേണ്ടതുണ്ട്. അതിൽ കാലങ്ങളായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അത്തരം പണികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പരിഹാസങ്ങൾക്ക് അപ്പുറമുള്ള ഈ യാഥാർത്ഥ്യത്തെ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.